ഹായ് ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു നമ്മൾ ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ കുറിച്ച് പറഞ്ഞേ. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഡി എഫിന്റെ ഇക്വേഷൻ പഠിച്ചു. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇനി ആ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു. പിന്നെ മീനും വേരിയൻസും എങ്ങനെ ഡിറൈവ് ചെയ്യാന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം, 10 fair coins are thrown simultaneously. Find the probability of getting at least 7 heads. അതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 10 ഫെയർ കോയിൻസ് ത്രോ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് വരുന്ന പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, 10 ഫെയർ കോയിൻസ് ത്രോ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ് അല്ലേ? ഇപ്പൊ എക്സ് ഫോളോസ് ബൈനോമിയൽ ഓഫ് എൻ പി നമുക്ക് എഴുതാം. ഓക്കെ, ഈ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? എക്സ് ഫോളോസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് നോക്കിയേ, ഇവിടെ ആദ്യം ഒരു പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആദ്യം ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കും? നമ്മൾ ഒരു സിംഗിൾ ടോസിന്റെ അകത്ത് ഒരു ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു സിംഗിൾ ടോസിൽ ഹെഡ് വീഴാൻ ആകെ 2 പോസിബിലിറ്റി ഉള്ളത്, ഹെഡും ടെയിലും. അതിൽ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. അപ്പൊ നമുക്ക് പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്തായിട്ട് എടുക്കാം? 1/2 എന്ന് എടുക്കാം. ഇനി 10 ഫെയർ കോയിൻസ് ആണ് ത്രോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ n എത്രയായിരിക്കും? n എത്രയായിരിക്കും? 10. ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലെ? അതിന്റെ അകത്ത് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 1 മൈനസ് പി. പി ഓൾറെഡി നമുക്ക് കിട്ടി 1/2 ആണെന്ന്. അതായത് 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആയിരിക്കും വരിക. സോറി, 1/2. ക്ലിയർ ആണല്ലോ? അപ്പൊ പിയും ക്യൂവും ഇവിടെ 1/2 ആണ് കിട്ടിയത്. അപ്പൊ പി അറിയാം, ക്യൂ അറിയാം, എൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എഴുതാലോ. എന്തായിരുന്നു ഇക്വേഷൻ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥാനത്തൊക്കെ നമുക്ക് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതായത് 10 സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു 10 മൈനസ് എക്സ്. അപ്പൊ n മാത്രമാണോ നമുക്ക് ഇവിടെ അറിയുന്നത്? അല്ല, പിയും അറിയാം, ക്യൂ അറിയാം. അപ്പൊ പിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂവിന്റെ സ്ഥാനത്ത് 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മളെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? 10 സി എക്സ് 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു 10 മൈനസ് എക്സ് ആയി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ് എന്നാണ് പറയുന്നത്. അതായത് എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെ? എക്സ് വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to 10 വരെ, അല്ലാതെ 0 to n വരെ. n ഇവിടെ 10 ആയതുകൊണ്ട് 0 to 10 വരെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 7 ഹെഡ് എന്നാ പറഞ്ഞത്. 7 ഹെഡെങ്കിലും മിനിമം വേണം. 7 വേണം, അതിൽ കൂടുകയും ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് 10 വരെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നെക്സ്റ്റ് ഇതിൽ എന്ത് എഴുതാം? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 7 വരാം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 8 വരാം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 9 വരാം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 10 വരാം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സിന്റെ സ്ഥാനത്ത് ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 10c7 1/2 റേസ് ടു 7 1/2 റേസ് ടു 3 എന്ന് വരും. പ്ലസ് ഇനി എക്സിന് 8 കൊടുക്കുക. അപ്പൊ 10c8 1/2 റേസ് ടു 8 1/2 റേസ് ടു 2 എന്ന് വരും. നെക്സ്റ്റ് എക്സിന് 9 കൊടുക്കുക. അപ്പൊ 10c9 1/2 റേസ് ടു 9 1/2 റേസ് ടു 1 വരും. ലാസ്റ്റ് പ്ലസ് 10c10 1/2 റേസ് ടു 10 1/2 റേസ് ടു 10 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 0. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് വേണമെങ്കിൽ 1/2 റേസ് ടു 10 പുറത്തെടുക്കാം. കാൽക്കുലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1875 ആണ് ആൻസർ കിട്ടുന്നത്. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
The mean and variance of a binomial random variable x are 16 and 8 respectively. Find p of x equal to 0 and p of x equal to 1. അപ്പൊ ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ മീനും വേരിയൻസും ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. നമ്മളോട് ചോദിച്ചത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കണം, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് ഫോളോസ് ബൈനോമിയൽ ഓഫ് എൻ പി എന്ന് പറയാം. ഇനി മീനിന്റെ ഇക്വേഷൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എൻ പി ഈക്വൽ ടു 16 എന്ന് കിട്ടി അല്ലെ? മീനാണ് എൻ പി. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എൻ പി. എൻ പി എന്ന് പറഞ്ഞാൽ മീനിന്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട് 16. ഇനി ഓൾറെഡി ഒന്നുകൂടി തന്നിട്ടുണ്ട് വേരിയൻസ്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എൻ പി ക്യൂ. അപ്പൊ എൻ പി ക്യൂന്റെ വാല്യൂ എത്ര ക്വസ്റ്റ്യനിൽ തന്നത്? 8. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എന്തെങ്കിലും ഫോർമുലാസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പൊ ഇവിടെ ഈ സെക്കൻഡ് ആണ് എഴുതിയ എൻ പി ക്യൂ വെച്ചിട്ട് ക്യൂ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം. എൻ പിന്റെ വാല്യൂ ഓൾറെഡി 16 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ഈ എൻ പിന്റെ സ്ഥാനത്ത് നമുക്ക് 16 എന്ന് കൊടുക്കാം. 16 ഇൻറ്റു ക്യൂ ഈക്വൽ ടു 8. അപ്പൊ ക്യൂ ഈക്വൽ ടു എന്ത് വരും? 8/16 വരും. 8/16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ക്യൂവിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? പി ഈക്വൽ ടു 1 മൈനസ് ക്യൂ അല്ലെ? അപ്പൊ 1 മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2. ക്ലിയർ ആണല്ലോ? അപ്പൊ പി അറിയാം, ക്യൂ അറിയാം. പക്ഷെ ഇനി എൻ പി കണ്ടുപിടിക്കണം. അപ്പൊ എൻ പി നമുക്ക് 16 ആണെന്ന് അറിയാം, എൻ എത്രയെന്ന് അറിയില്ല. അപ്പൊ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 16. therefore n ഈക്വൽ ടു 16 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടി, പിന്റെ വാല്യൂ കിട്ടി, ക്യൂവിന്റെ വാല്യൂ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ എഴുതുക? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എടുത്ത് എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 32 കൊടുക്കുക, പിന്റെ സ്ഥാനത്തും ക്യൂവിന്റെ സ്ഥാനത്തും 1/2 കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 സി എക്സ് 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു 32 മൈനസ് എക്സ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0യും പി ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഞാൻ അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഇക്വേഷന്റെ അകത്ത് എക്സിന് പകരം 0 കൊടുക്കാം. അപ്പൊ 32c0 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു 32 മൈനസ് എക്സ് എന്നായി. അപ്പൊ ഇവിടെ നോക്കി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2 റേസ് ടു മൈനസ് 32 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 32c1, അതായത് എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ 32c1 1/2 റേസ് ടു 1 1/2 റേസ് ടു 32 മൈനസ് 1 വരും. ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 റേസ് ടു മൈനസ് 27 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. In a binomial distribution consisting of 6 independent trials, probabilities of 1 and 2 success are 0.28336 and 0.0506 respectively. Find the mean and variance of the distribution. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് 6 ഇൻഡിപെൻഡന്റ് ട്രയൽ ആണ് ഇവിടെ നടക്കുന്നത്. 6 ഇൻഡിപെൻഡന്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ അവിടെ n എത്രയാണ്? n എത്രയാ മക്കളെ? 6. അപ്പൊ ഇവിടെ n കിട്ടി, 6 ആണ്. ഇനി നമ്മളോട് പറഞ്ഞത് പ്രോബബിലിറ്റീസ് ഓഫ് 1 ആൻഡ് 2 സക്സസ് ആർ, അതായത് പ്രോബബിലിറ്റി ഓഫ് 1 സക്സസ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.28336. ഇനി അതേപോലെ പ്രോബബിലിറ്റി ഓഫ് 2 സക്സസ്. പ്രോബബിലിറ്റി ഓഫ് 2 സക്സസിന് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു 2. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.0506. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മീനും വേരിയൻസും ആണ്, അതായത് എൻ പി ക്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ,
പി ഓഫ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ ആദ്യം എന്ത് എഴുതണം? എക്സ് ഫോളോസ് ബൈനോമിയൽ ഓഫ് എൻ പി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിന്റെ പി ഡി എഫ് അല്ലെങ്കിൽ പി എം എഫ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് സിക്സ്. എക്സ് വാരി ചെയ്യുന്നത് 0 ടു n വരെ. പക്ഷെ ഇവിടെ n 6 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ്, അത് അവിടെ കിടക്കട്ടെ. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1 0.28336 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? എന്നിന്റെ സ്ഥാനത്ത് 6 കൊടുക്കുക, എക്സിന്റെ സ്ഥാനത്ത് 1, പിയും ക്യൂവും നമുക്കറിയില്ല, ബാക്കിയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 6c1 p റേസ് ടു 1 q റേസ് ടു 6 മൈനസ് 1, അതായത് 5. അതാണ് എന്ത്? 0.28336. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ് എന്ത്? 0.05 അല്ലെ? 0.0506. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഈ നമ്മൾ ആദ്യം എഴുതി ഈ വി ഹാവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ ആ പി ഓഫ് എക്സിന്റെ അകത്ത് എക്സിന് പകരം 2 കൊടുക്കുക, എന്നിന് പകരം 6 കൊടുക്കുക, ബാക്കി പി ക്യൂ സെയിം അതേപോലെ തന്നെ. അപ്പൊ അത് എന്ത് കിട്ടും നമുക്ക്? 6c2 പി സ്ക്വയർ ക്യൂ റേസ് ടു 4 എന്ന് കിട്ടി. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പിയും ക്യൂവും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്താ വരുന്നത്? 6c1 p റേസ് ടു 1 q റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 6c2 p സ്ക്വയർ q റേസ് ടു 4 ഈക്വൽ ടു 0.28336 ഡിവൈഡഡ് ബൈ 0.0506 എന്ന് വരും. ഇനി നോക്കിയേ, ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് 6c1ന്റെ വാല്യൂ എന്താണ്? 6. അതേപോലെ 6c2ന്റെ വാല്യൂ എന്താണ്? 15. കാൽക്കുലേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്? 2p ബൈ 5p ഈക്വൽ ടു 5.6 എന്ന് കിട്ടും. ഇനി ഇതിന്റെ ആണ് q മാത്രം ഈ സൈഡിൽ വെക്കുക, 5p അങ്ങോട്ട് പോകുമ്പോൾ എന്തേ മാറും? 5.6 ഇൻറ്റു 5p എന്നാവും. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ക്യൂല് ക്യൂവും അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് q ഈക്വൽ ടു 14p എന്നായി. ഇനി ഈ ക്യൂവിനെ നമുക്ക് പിന്റെ ടേമിലോട്ടായിട്ട് എഴുതണം. അതിനു വേണ്ടി നമ്മൾ പഠിച്ചൊരു ഫോർമുലയാണ് p പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അതിൽ നിന്ന് ക്യൂവിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയേ, q ഈക്വൽ ടു 1 മൈനസ് പി. പി ക്യൂവിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1 മൈനസ് പി ഈക്വൽ ടു 14p. എന്തിനാ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ 1 മൈനസ് പി ഈക്വൽ ടു 14p. ഇനി മൈനസ് പി അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് പി ആകും, അതായത് 15p ഈക്വൽ ടു 1 ആയി. പിന്റെ വാല്യൂ എന്താണ്? 1/15. പിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ കണ്ടുപിടിച്ചൂടെ? ക്യൂ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചേ? ക്യൂ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞേ? ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ, 1 മൈനസ് പി. അപ്പൊ 1 മൈനസ് 1/15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/15 എന്ന് കിട്ടി. അപ്പൊ പി കിട്ടി, ക്യൂ കിട്ടി, എൻ കിട്ടി. ഇനി മീനും വേരിയൻസ് കണ്ടുപിടിച്ചൂടെ? ബൈനോമിയലിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എൻ പി. അപ്പൊ 6 ഇൻറ്റു 1/15 എന്ന് പറഞ്ഞാൽ 6/15 ഈക്വൽ ടു 2/5. ദെൻ വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എൻ പി ക്യൂ. ദാറ്റ് ഈസ് 6 ഇൻറ്റു 1/15 ഇൻറ്റു 14/15, അതായത് 28/75 എന്ന് കിട്ടും. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, 6 dice are thrown 721 times. How many times do you accept at least 3 die to show at least 1 or 2? അതായത് ഇവിടെ ഉദ്ദേശിച്ചത് ഇതാണ്, 6 ഡൈസ് 721 ടൈംസ് ത്രോ ചെയ്തു. ഹൗ മെനി ടൈംസ് ഡു യു accept at least 3 die to show at least 1 or 2? അതായത് ഇതിവിടെ മീൻ ചെയ്യുന്നത് ഇതാണ്, നമ്മൾ ഈ 6 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ്, അതായത് 3 ഡൈയിലെങ്കിലും 1 or 2 മിനിമം കാണിക്കണം. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇവിടുന്ന് അറിയാം എന്താ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ഫോളോസ് ബൈനോമിയൽ ഓഫ് എൻ പി എന്ന് പറയാം. 6 ഡൈ അല്ലേ ത്രോ ചെയ്യുന്നേ, എൻ എന്ന് പറഞ്ഞാൽ 6. ഇനി അറ്റ്ലീസ്റ്റ് 3 ഡൈ ടു ഷോ അറ്റ്ലീസ്റ്റ് 1 or 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൈയില് ഇപ്പൊ എന്താ ഏതൊക്കെ ഫേസസ് വരുന്നത്? 1 2 3 4 5 6 അല്ലേ? അപ്പൊ ഇതില് 1 2 ഫേസസ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 2/6 അല്ലെ? 2/6ന് ചെറുതാക്കിയാൽ 1/3.
അപ്പൊ ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കാം, അതായത് പി. അങ്ങനെ പി 1/3 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? 1 - 1/3 = 2/3 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ പിയും ക്യൂവും എന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n-6 പിന്റെ ക്യൂവിന്റെ എന്നിന്റെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് 3 ഡൈ. അറ്റ്ലീസ്റ്റ് 3 ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഹൗ മെനി ടൈംസ് ഡു യു അക്സെപ്റ്റ് അറ്റ്ലീസ്റ്റ് 3 ഡൈ ടു ഷോ അറ്റ്ലീസ്റ്റ് 1 or 2? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലെ? അറ്റ്ലീസ്റ്റ് 3, 3എങ്കിലും വരാം അല്ലെ? 3ൽ കൂടുതലായാലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 0 to 6 വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും ആഡ് ചെയ്ത് പോകുന്നതിലും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുകയാണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് എഴുതാം. അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ എന്ത് കൊടുക്കണം? ലെസ് ദാൻ. ഇനിയിപ്പോ ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമാണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ആ രീതിയിൽ കൊടുക്കാം. അപ്പൊ ഇനി നോക്കിയേ 1 - പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3ൽ കുറവ് വരുന്നത് ആരൊക്കെയാണ്? 3ൽ കുറവ് വരുന്ന ആരൊക്കെയാണ്? 2 വരും, 1 വരും, 0 വരും അല്ലെ? അപ്പൊ ആ എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്യുക. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 1 - ഇനി എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So 6C0 1/3 raised to 0 2/3 raised to 6 minus 0 എന്ന് പറഞ്ഞാൽ 6 plus 6C1 1/3 raised to 1 2/3 raised to 6 minus 1 എന്ന് പറഞ്ഞാൽ 5 plus 6C2 1/2 raised to 2 1/3 ആണ് ഇവിടെ 1/3 raised to 2 2/3 raised to 4 ചെയ്യുന്ന സമയത്ത് 0.51716 കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മളെ ആൻസറിലെ ഡീവിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളോട് ചോദിച്ച എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്ര ടൈംസ് ആണ് അത് ത്രോ ചെയ്യുന്നത്? 6 ഡൈ 721 ടൈംസ് ത്രോ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കണ്ടുപിടിച്ച എന്താണ്? ഒരു ഡൈന്റെ കാര്യമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെ എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത്? 721 ടൈംസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ കിട്ടിയ ആൻസറിന് 721 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 230 കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഫാമിലി ഓഫ് 4 children there will be at least 1 boy, 1 or 2 girls, no girls. Out of 1000 such families chosen at random, how many would you expect to have at least 1 boy, 1 or 2 girls, no girls? അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഫാമിലി ഓഫ് 4 children, അതായത് ഒരു ഫാമിലി 4 കുട്ടികളുള്ള ഒരു ഫാമിലിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി, 1 or 2 ഗേൾസ് വരാനുള്ള പ്രോബബിലിറ്റി, ഒരു ഗേൾസും വരാണ്ടിരിക്കുന്ന പ്രോബബിലിറ്റി. ഇനി അങ്ങനെ 1000 ഫാമിലീസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് വരാനുള്ള പ്രോബബിലിറ്റി 1 അങ്ങനെ എക്സ്പെക്റ്റഡ് എത്രയാണോ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? എക്സ് ഫോളോസ് ബൈനോമിയൽ ഓഫ് എൻ പി. ഇനി എക്സ് ഡിനോട്ട് ചെയ്യണം, അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമുക്ക് ഡിനോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബോയ്സോ ഗേൾസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ബോയ്സ് ആയിട്ട് എടുത്തു. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ചിൽഡ്രൻ ആണ് ഉള്ളത്. അപ്പൊ n ഈക്വൽ ടു 4. ഇനി പ്രോബബിലിറ്റി ഓഫ് ബോയ്സ് എന്താ വരിക? ബോയ്സ് 1/2 അല്ലെ? ഗേൾസ് 1/2. രണ്ടിനെ പി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കണ്ടുപിടിച്ചൂടെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? n p q കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n-6. ഇനി എന്നിന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, പിന്റെ സ്ഥാനത്ത് 1/2, ക്യൂവിന്റെ സ്ഥാനത്ത് 1/2 കൊടുത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടി എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അറ്റ്ലീസ്റ്റ്
അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോയ് എങ്കിലും വരണം. ഒന്നിൽ കൂടുതലായാൽ പ്രശ്നമല്ല. അപ്പൊ അവിടെ നമുക്ക് നേരെ കോംപ്ലിമെന്റ് എടുക്കാം. 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 ആയിട്ട് എഴുതാം. അപ്പൊ 1 മൈനസ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ആകെ ഒരാളല്ലേ ഉള്ളൂ. 1 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. 1ൽ ചെറുത് 0 മാത്രം. പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ 1 മൈനസ് ഇനി ആ ഇക്വേഷനിൽ നമ്മൾ പി ഓഫ് എക്സിന്റെ അകത്ത് 4cx 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 4 മൈനസ് എക്സിന്റെ അകത്ത് എക്സിന് 0 കൊടുക്കുക. ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? 15/16 കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് 1 or 2 ഗേൾസ്. 1 or 2 ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്ത പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ ടേമിലാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ബോയ്സിന്റെ ടേമിലോട്ടാക്കി മാറ്റണം. 1 or 2 ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ആകെ 4 കുട്ടികളാണ് ഉള്ളത്. അതിൽ ബോയ്സ് ആരും ഇല്ല എന്ന് പറയാം. ബോയ്സിന്റെ എണ്ണം 0 ആണെങ്കിൽ ബാക്കി 4 ആൾക്കാരും ആരാണ്? ഗേൾസ്. ഇനി ബോയ്സ് ഒരു ബോയ് ആണെങ്കിലോ എത്ര ഗേൾസ് ഉണ്ടാവും? 3. 2 ബോയ് ആണെങ്കിൽ 2 ഗേൾസ്. 3 ബോയ് ആണെങ്കിൽ 1 ഗേൾ. ഇനി 4 ബോയ് ആണെങ്കിലോ 0 ഗേൾസ് ആയിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞ 1 or 2 ഗേൾസ് ആണ്. ഒരു ഗേൾ ആവുന്ന കേസിൽ എത്ര ബോയ്സ് അവിടെ ഉണ്ടായിരിക്കുക? 3 ബോയ്സ്. ഇനി 2 ഗേൾ ആവുമ്പോഴോ 2 ബോയ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണോ അതിനെ നമ്മൾ എടുത്ത സക്സസിന്റെ ടേമിലോട്ടാക്കി മാറ്റി എഴുതി. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് എക്സിന് പകരം 2 കൊടുക്കുക, എക്സിന് പകരം 3 കൊടുക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 10/16 കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് നോ ഗേൾസ്. ഇവിടെ എന്താ പറഞ്ഞേ? നോ ഗേൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബോയ്സ്. നോ ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേൾസിന്റെ എണ്ണം 0. അപ്പൊ എത്ര ബോയ്സ് ഉണ്ടായിരിക്കും? 4 ബോയ്സ് അല്ലേ? അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 4 കൊടുത്തു കഴിഞ്ഞാൽ 1/16 കിട്ടി. ഇനി നമ്മളോട് അതിൻ്റെ അകത്തുള്ള സെക്കൻഡ് പാർട്ടാണ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പോൾ 1000 ഫാമിലി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ് 933 കിട്ടി. ഇനി അതേപോലെ 1 or 2 ഗേൾസ് വരികയാണെങ്കിൽ ആ നമ്മൾ 1 or 2 ഗേൾസിന് നമ്മൾ കണ്ടുപിടിച്ചതാണ് 10/16. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് അപ്രോക്സിമേറ്റ്ലി 625 കിട്ടി. ഇനി എന്താണ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് നോ ഗേൾസ്. നോ ഗേൾസിന്റെ പ്രോബബിലിറ്റി എന്തായിരുന്നു? 1/16. അങ്ങനെ 1000 സച്ച് ഫാമിലീസ് ഉണ്ടെങ്കിൽ 1000 ഇൻറ്റു 1/16 എന്ന് പറഞ്ഞാൽ 63 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് an insurance company agent accepts policies of 5 men all of identical age and good health. Probability that of this age will be alive 30 years is 2/3. Find the probability that in 30 years all 5 men will alive, at least 1 man will alive. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി ഏജന്റ് ഒരു 5 മെന്നുള്ള ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്യാണ്. അതിൽ ഓൾ ഓഫ് ഐഡന്റിക്കൽ ഏജ് ആൻഡ് ഗുഡ് ഹെൽത്ത്. അവര് എല്ലാം ഏകദേശം ഒരേ ഏജ് ആണ്, ഗുഡ് ഹെൽത്തും ആണ്. പ്രോബബിലിറ്റി ദാറ്റ് ഓഫ് ദിസ് ഏജ് വിൽ ബി അലൈവ് 30 years ഈസ് 2/3. അതായത് ഇപ്പോ എന്താണ് ഈ അലൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2/3 ആണെന്ന് ഓൾറെഡി തന്നിരിക്കുന്നു. വി വാണ്ട് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ 30 years എല്ലാ മെന്നും അലൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അറ്റ്ലീസ്റ്റ് ഒരു മെന്നെങ്കിലും അലൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എഴുതി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണോ തന്നത് അത് പ്രോബബിലിറ്റി സക്സസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് മെൻ വിൽ ബി അലൈവ് ഇൻ 30 years എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നല്ലേ, 2/3 തന്നല്ലേ. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/3. ക്യൂ എന്താണ്? 1 മൈനസ് 2/3 ഈക്വൽ ടു 1/3. 5 മെന്നിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ n ഈക്വൽ ടു 5. ഇനി നമ്മൾ നമ്മളെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എന്നിന് പകരം പിക്ക് പകരം ക്യൂക്ക് പകരം ഒക്കെ 5, 2/3, 1/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് വാരി ചെയ്യുന്നത് എവിടെ നിന്നിട്ട് എവിടെ വരെയാണ്? 0 to 5 വരെ. ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ മെൻ വിൽ അലൈവ്. ഓൾ മെൻ വിൽ അലൈവ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം 5 ആൾക്കാരുള്ളത്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. That is 5C5 2/3 raised to 5 into 1/3 raised to 5 minus 5 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? 0.1316.
ഇനി എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ മെൻ വിൽ അലൈവ്. ഒരു മെന്നെങ്കിലും അലൈവ് ചെയ്യണം അല്ലെ? അതായത് ഒന്നാവാം, ഒന്നിൽ കൂടുതലും ആവാം അല്ലെ? അത് നമുക്ക് എങ്ങനെ എഴുതാം? മറ്റേ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 എഴുതാം. എക്സ് ലെസ് ദാൻ 1 വരുന്നത് ആരാണ്? 0 മാത്രം. അപ്പൊ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 5c0 2/3 റേസ് ടു 0 1/3 റേസ് ടു 5 എന്ന് വരും. അതായത് 1 മൈനസ് 1/243 എന്ന് വരും. 242/243 ദാറ്റ് ഈസ് 0.9958 കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് ഏകദേശം നമ്മൾ ഈ ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളിലെ പ്രോബ്ലംസ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ.